ഹായ് ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെയുള്ള പല അപ്ഡേറ്റ്സുകളും ഇതുണ്ട്. അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പലരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടെ സഹായിക്കുക. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, ചൈനയെയും പാകിസ്ഥാനെയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് രാജ്യങ്ങളാണ്. എപ്പോൾ ഏത് സമയം നമുക്ക് പ്രശ്നമുണ്ടാക്കും, ഏത് സമയത്ത് നമ്മുടെ ഉള്ളിലോട്ട് കയറി വരും, ഏത് സമയത്ത് യുദ്ധമുണ്ടാവും, ഈ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പോൾ അതിന് എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, അതായത് കറക്റ്റായ ഒരു സ്ട്രാറ്റജി നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവര് എപ്പോൾ യുദ്ധത്തിൽ വന്നാലും നമുക്ക് ആ യുദ്ധത്തിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. ഇപ്പോൾ അതായത് 2024 എടുത്തു നോക്കുകയാണെങ്കിൽ യുദ്ധങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും മാറിയിരിക്കുന്നു. അതായത് വെറും കുറേ ആർമി ആൾക്കാരുടെ മാത്രം നമുക്കൊരു യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇതേ പാഠമാണ് 2024 നമ്മളെ പഠിപ്പിച്ചത്. അതായത് 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ, അഡ്വാൻസ് ടെക്നോളജികൾ കൊണ്ട് മാത്രം കളിക്കുന്ന ഒരു യുദ്ധമാണ് അത്. അതായത് കൂടുതലും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നല്ല തന്നെ മറ്റു രാജ്യങ്ങൾ പഠിക്കുകയാണ്. അതായത് അഡ്വാൻസ് ഫോഴ്സസ് ഉണ്ട്, അത്ര ഫോഴ്സസ് ഒന്നും തന്നെ ഇന്ന് സെലൻസ്കിന്റെ അടുത്തില്ല. പക്ഷെ എന്നിട്ടും ഉക്രൈന് അതായത് വെപ്പൺ കൊണ്ട് മാത്രം ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് വെറും ആൾക്കാരെ മാത്രം റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് ചെയ്താൽ പോരാ എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് മാറിയിരിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങളും. അതായത് എന്ത് തന്നെയാണെങ്കിലും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ, ശത്രു എത്ര മടയിൽ പോയി ഒളിഞ്ഞിരിക്കാൻ പറ്റുകയാണെങ്കിലും അവരെ അവിടെ പോയി ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായി തെളിയിച്ചെന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് പേജർ അറ്റാക്കുകൾ കൊണ്ട് തന്നെ ശത്രുവിനെ മാത്രം എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി കാണിച്ചു തന്ന ഒരു യുദ്ധങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ടെക്നോളജിയും അതുപോലെ തന്നെ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ചേഞ്ചസും വരുത്തുന്നത്. അപ്പോൾ CDS എന്ന് പറയുന്ന ഈ ഒരു പ്രപ്പോസൽ നമ്മുടെ മുൻപത്തെ അതായത് ആർമി ചീഫ് ആയ സാർ ജനറൽ ബിപിൻ റാവത്ത് സാർ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ പ്രപ്പോസ് ചെയ്താണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CDS. അപ്പോൾ CDS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കമ്പൈൻഡ് ഡിഫൻസ് ഫോഴ്സ് സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ആർമി മാത്രമല്ല, ആർമിനെയും നേവിനെയും എയർഫോഴ്സിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് എഫക്റ്റീവായി യൂസ് ചെയ്യാം. പക്ഷെ ഇതിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പിരിക്കുമ്പോൾ അതായത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പിരിക്കുമ്പോൾ നമ്മുടെ എയർഫോഴ്സ് അത്ര സ്ട്രോങ് അല്ല. അതായത് കുറച്ച് വിമാനങ്ങൾ മാത്രമേ നമുക്ക് എയർ ജെറ്റ്സുകളും വിമാനമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചേ ഉള്ളൂ. അത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ അത് പിരിക്കുമ്പോൾ അതിൽ അതായത് ഇങ്ങനെ പിരിച്ചു പോകുമ്പോൾ എല്ലാ ടീമിനും ഈക്വലായ ഒരു അഡ്വാൻസ് ടെക്നോളജി കിട്ടുമോ എന്നുള്ളത് തന്നെ വലിയൊരു സംശയമാണ്. ഇതൊരു വലിയൊരു തർക്കമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രപ്പോസലിലാണ് ഇപ്പോഴത്തെ ആർമി ചീഫ് ജനറലായ ഡിവേഡി എന്ന് പറയുന്ന സാർ ഇപ്പോൾ അവരുടെ ഡോക്ടറേറ്റ് സബ്മിറ്റ് ചെയ്ത്, അതായത് ആർമിന്റെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന് ഈ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇതുവരെ ചെയ്ത യുദ്ധങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, 1947 തൊട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 47, 62, 65 ഈ യുദ്ധങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഡിഫൻസീവ് പൊസിഷനാണ് ഉണ്ടായിരുന്നത്. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ പീരീഡിൽ കൂടുതലായിട്ടും നമ്മൾ പോയി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യരുത്, ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കയറണ്ട, പക്ഷെ നമ്മുടെ പൊസിഷനിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് പോകേണ്ട, ഒരു ഡിഫൻസീവ് സ്റ്റേജിൽ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ആ യുദ്ധങ്ങളെല്ലാം നയിച്ചത്. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ യുദ്ധമുറ കംപ്ലീറ്റ് ആയിട്ട് ഫെയിലർ ആണെന്ന്. പിന്നെ 1971 ഇന്ദിരാഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി റഷ്യൻ വാർഫെയർ അല്ലെങ്കിൽ സോവിയറ്റ് വാർഫെയർ ആണ് മുന്നോട്ട് വെച്ചത്. അന്ന് സോവിയറ്റ് യൂണിയനൊക്കെ എങ്ങനെയായിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഒരുമിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ളിലോട്ട് പോകും. അതായത് ആർമി ആൾക്കാരെ അവിടുന്ന് എളുപ്പമായി പിടിച്ചു പറ്റാൻ പറ്റും. ഇങ്ങനെയാണ് 1971 നമ്മൾ ബംഗ്ലാദേശിലോട്ട് ആയിരക്കണക്കിന് ആർമി ആൾക്കാരെ ഉള്ളിൽ പിടിക്കുകയും 13 ദിവസം കൊണ്ട് പാകിസ്ഥാനെ കീഴടക്കിയത്. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് നല്ല എഫക്റ്റീവായ ടെക്നോളജിയും അതുപോലെ തന്നെ എഫക്റ്റീവായി മുന്നോട്ട് പോകുന്ന ഒരു തന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 1999 നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് ഇതല്ല പറ്റിയത്. അതായത് അവിടെ ഈ എഫക്റ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിന്റെ സിറ്റുവേഷൻ മാറുമ്പോഴും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് മാറും. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ആ സൈഡിലുള്ള ക്ലൈമറ്റ് ആയിരിക്കില്ല, ലാൻഡ് ആയിരിക്കില്ല, ടെമ്പറേച്ചർ, ഇങ്ങനെ എല്ലാ രീതിയും നമുക്ക് കാർഗിലോട്ട് മാറും.
അപ്പോൾ ഈ ടെക്നോളജി അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ജനറൽ സുന്ദർജിന്റെ ഹെഡിൽ ഒരു പുതിയതായിട്ട് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു വ്യൂഹം കൊണ്ടുവരികയാണ്. അതെന്താന്ന് വെച്ചാൽ അതായത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് 1999 മുമ്പ് അതായത് അപ്പോഴുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഈവൻ എനിക്ക് പോലും അറിയില്ല, ഞാനൊക്കെ 2000 ജനിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ച നമുക്കധികം അറിയില്ല. പക്ഷെ 1980 മുൻപ് ജനിച്ചവരും അതുപോലെ തന്നെ അപ്പോൾ താമസിച്ചവർക്കൊക്കെ അറിയാം, ഒരു യുദ്ധം വരികയാണെങ്കിൽ ആദ്യം തന്നെ റേഡിയോ, അതായത് ഇന്നത്തെ ജനറേഷനിൽ അതായത് 2005 ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലും റേഡിയോ കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ പുതിയ ജനറേഷൻ ഒന്നും കണ്ടിട്ടുണ്ടാവാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള റേഡിയോകൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ടും ആകാശവാണി കൂടെയോ അതിൽ കൂടെ ഇല്ലാതെ തന്നെ അനൗൺസ്മെന്റ് നടത്തും. അതായത് യുദ്ധം നടക്കാൻ പോവുകയാണ്, ലീവിന് പോയ പട്ടാളക്കാരും അതുപോലെ തന്നെ ആർമി ആൾക്കാരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് റിട്ടേൺ ചെയ്യണം, അതായത് അവരുടെ ഫോഴ്സിലോട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനൗൺസ്മെന്റും ടെലിഗ്രാമുകളെല്ലാമാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ആർമി ആൾക്കാരെല്ലാം തന്നെ തിരിച്ചു വന്ന് ഫോഴ്സിൽ ജോയിൻ ചെയ്ത് പിന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് എന്താണ്, അതായത് ശത്രു ഓൾറെഡി അറ്റാക്ക് ചെയ്ത് അവർ സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുകയും ചെയ്യും. ശത്രുവിന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും അറ്റാക്കിലോട്ട് പോകുന്നത്. ഇതുകൊണ്ട് ഒരു സർപ്രൈസ് എലമെന്റ് ഇല്ല, ശത്രുവിന് ഈസി ആയിട്ട് നമ്മളെ വീണ്ടും പരാജയപ്പെടുത്താൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് കുറെ അമേരിക്ക തുടങ്ങിയ ആവശ്യമില്ലാത്ത കുറെ രാജ്യങ്ങൾ വന്ന് ഇടപെട്ട് ഇതിലൊരു കോംപ്രമൈസ് വരുത്തി നമുക്ക് വലിയ തോൽവിയിലെല്ലാം എത്തിക്കലാണ് സ്വതവേ പതിവുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ടെക്നോളജി അല്ല. 1999 എന്താണ് അന്ന് സുന്ദർജിയുടെ ഹെഡിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, അതായത് എത്രമാത്രം ആൾക്കാർ ഇപ്പോൾ നിലവിലുണ്ടോ അവരെ വെച്ച് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുക, അതായത് അവര് കംപ്ലീറ്റ് ആയിട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആൾക്കാരെ ആ സമയം കൊണ്ട്, ഈ യുദ്ധം നടക്കുന്ന ആ സമയം കൊണ്ട് റിസർവിലുള്ള ആൾക്കാരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ യുദ്ധം ജയിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും ഒരു നല്ല എഫക്റ്റീവ്നെസ് ആയ ഒരു ടെക്നോളജി ആയിരുന്നു അന്ന്, അതായത് എഫക്റ്റീവ്നെസ് ആയ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് നമ്മൾ ജയിക്കുകയും ചെയ്തു. എന്നാൽ 1999 സിറ്റുവേഷനല്ല 2025. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ട് ഒരു യുദ്ധമറ കൊണ്ടുവരുന്നത്. അതായത് IBG എന്ന് പറയും, ഇന്റർഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയും. അതായത് 99 ഏകദേശം സാമ്യമുള്ള ഒരു ഡിഫറെന്റ് യുദ്ധമറയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആർമി സെന്റേഴ്സ് ഉണ്ടാവും. അതായത് സെൻട്രൽ, അതായത് ഡൽഹിയിൽ ഒരു ആർമി സെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ സൗത്തിനാണെങ്കിൽ പൂനെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ്, അങ്ങനെ കമാൻഡോ സെന്ററുകൾ ഇങ്ങനെ ഇന്ത്യ മൊത്തം ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇവരുടെ റിപ്പോർട്ടിംഗ് സെന്ററുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ അതായത് ട്രെയിനിങ് ഗ്രൂപ്പുകൾ, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് പഴയതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ബറ്റാലിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് വർക്ക്സ് നോക്കുന്നവരുണ്ടാവും, അത് ജനറൽസ് ഉണ്ടാവും, മേജർ ജനറൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതായത് എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മെഡിക്കൽ സിസ്റ്റം, ഇങ്ങനെ എല്ലാം ചേർന്നുകൊണ്ട് ഒരു 1,00,000 ഒരു വലിയൊരു പട നമുക്കുണ്ടാവും. അപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ 1,00,000 പേരും പോയി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ IBG എന്ന് പറയുന്ന ഈ കാര്യം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ 1,00,000 പേരിൽ ഒരു കുറച്ച് പേരെങ്ങാനും തന്നെ ഇത് അവധിക്കോ എന്തിനേലും പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഫക്റ്റീവ്നെസ് കുറയുകയാണ് ഉണ്ടാവുക. അതായത് അവധിക്ക് പോകുമ്പോൾ വേറെ ആൾക്കാരെ അതിൽ അസൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, എങ്കിലും നമുക്ക് അവിടെ എഫക്റ്റീവ്നെസ് കുറയുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടും, ഇപ്പോൾ ഉദാഹരണത്തിന് ലഡാക്കിലാണ് യുദ്ധം നടക്കുന്നത് നോക്കുക, ഇതിപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടും ഈ ഫോഴ്സ് മൊത്തം ബംഗ്ലാദേശ് ആ ബോർഡറിലാണെങ്കിൽ ഇത് അവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് മിനിമം 10 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ഇതും വലിയൊരു നഷ്ടമാണ്. 10 ദിവസം കൊണ്ട് എനിമി എത്രത്തോളം അറ്റാക്ക് ചെയ്ത് ഉള്ളിലോട്ട് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതി വരികയും IBG എന്ന് പറയുന്നത് ഒരു 5000 പേര് വരുന്ന ഒരു ചെറിയൊരു സംഘടനയെ നമ്മൾ പിരിക്കും. അപ്പോൾ ഈ 5000 പേർക്ക് ഇവർക്ക് എയർഫോഴ്സിന്റെ എല്ലാ വെപ്പൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആർമിന്റെ എല്ലാ ഉപകരണങ്ങളും ഉണ്ടാവും, അതായത് ടാങ്കുകൾ ഉണ്ടാവും, ഇൻഫാൻട്രീസ് ഉണ്ടാവും, ഇതേപോലെയുള്ള എല്ലാ ടെക്നോളജീസ് ഉണ്ടാവും, മെഡിക്കൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പായി മാറ്റിയാണ്. അതായത് ഈ 1,00,000 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു 5000, 6000 ആ ഒരു റേഞ്ചിലോട്ട് ആക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ യുദ്ധം നടക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ 5000 പേരെ ആ സ്ഥലത്തോട്ട് എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൽ എല്ലാം ആൾക്കാരും ഉള്ളതുകൊണ്ട്, അതായത് ഈ മെഡിക്കൽസും ഈ വെപ്പൺസ് കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ഇലക്ട്രീഷ്യൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ടും അതായത് പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു പ്രശ്നവും വരാൻ പോകില്ല. അതുപോലെ തന്നെ ഈ 1,00,000 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം 5000 പേരുമായിട്ട് കമ്മ്യൂണിക്കേഷനും വളരെ എഫക്റ്റീവ്നെസ് ആയി നടക്കും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. അതായത് ഇപ്പോൾ ജമ്മുവിൽ നിന്ന് നമുക്ക് ബംഗ്ലാദേശിലോട്ട് ഈ 5000 പേരെ കൊണ്ടുവരണമെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അതായത് 1 മാസം വേണ്ട സമയം നമുക്ക് വെറും ഒരു 5-6 ദിവസം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ആൾക്കാർ വളരെ കുറവാണ്. ഈവൻ ട്രെയിനിൽ കയറിയാൽ പോലും 3 ദിവസം കൊണ്ട് ഇന്ത്യയിലെ അവിടെ ഇവിടെയെല്ലാം എത്താനും പറ്റും.
കാരണം അത്ര സ്പീഡായിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഇതിൽ കുറെ ചേഞ്ചസ് വരുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എയർഫോഴ്സിന്റെ അവിടെയുള്ള ഒരു വീക്ക്നെസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ടെക്നോളജി ആയിരിക്കും ഏകദേശം ഫോർവേഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്.